UAE ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. UAEയിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വാഹനങ്ങളുടെ ഗതാഗതം കൂടുതൽ എളുപ്പമാക്കുന്നതിൻ്റെ ഭാഗമായി കിഴക്കൻ പ്രവിശ്യയിലെ ദമാം നഗരപരിധിയിലെ പ്രധാന റോഡുകളിലെ വിവിധ സ്ഥലങ്ങളിലെ 40 സിഗ്നൽ ലൈറ്റുകൾ ഒഴിവാക്കി. പകരമായി വഴി തിരിച്ചുവിടുന്ന സംവിധാനങ്ങളും ഇതര അനുബന്ധ റോഡുകളിലേക്ക് ബന്ധപ്പെടുത്തുകയും ചെയ്യുന്ന ക്രമീകരണം അധികൃതർ നടപ്പിലാക്കി. റോഡിൽ സിഗ്നൽ ലൈറ്റുകൾ തെളിയുന്നതുവരെ കാത്തുകിടക്കുന്ന സമയനഷ്ടവും വാഹന നീക്കം തടസ്സപ്പെടുത്തുന്നതിനെ തുടർന്നുണ്ടാകുന്ന ഗതാഗത തിരക്ക് കുറയ്ക്കുന്നതും ലക്ഷ്യമിട്ടാണ് ഇത്തരം സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. സിഗ്നൽ ലൈറ്റുകൾ ഒഴിവാക്കിയതോടെ വാഹനങ്ങളുടെ ഓട്ടം നിലയ്ക്കാതെ തുടരുമെന്നും അതുവഴി യാത്രാസമയം കുറയ്ക്കാനാകുമെന്നതാണ് പദ്ധതിയുടെ ഗുണം. പ്രധാന ജംഗ്ഷനുകളിൽ സിഗ്നൽ ലൈറ്റുകൾ ഒഴിവാക്കിയതോടെ ശരാശരി 10 മിനിറ്റ് സഞ്ചാര സമയം കുറയ്ക്കാനും സഹായകമായതായി അധികൃതർ വ്യക്തമാക്കി. സിഗ്നലുകൾ ഒഴിവാക്കിയതിന് പകരമായി പാലങ്ങളും അടിപ്പാതകളും ടണലുകളും റോഡ് ദിശകൾ ഏകീകരിച്ചും യു-ടേണുകളും റൗണ്ട് എബൌട്ടുകളും സർവീസ് റോഡുകളും ഒരുക്കിയാണ് തടസ്സമില്ലാത്ത വാഹന ഒഴുക്കിനുള്ള എഞ്ചിനീയറിംഗ് തീരുമാനം നടപ്പിൽ വരുത്തിയത്. UAEയിലെ റോഡുകളിൽ ട്രാഫിക് സുരക്ഷ വർദ്ധിപ്പിക്കാനും അപകടങ്ങൾ കുറയ്ക്കാനും ലക്ഷ്യമിട്ട് വിവിധ എമിറേറ്റുകളിൽ പുതിയ നിയമങ്ങളും സാങ്കേതിക വിദ്യകളും നടപ്പിലാക്കി വരികയാണ്. സെപ്റ്റംബർ 1 മുതൽ അബുദാബിയിലെ ഡാബ് ടോൾ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തി. ഒക്ടോബർ 27 മുതൽ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ റോഡിൽ വേരിയബിൾ സ്പീഡ് ലിമിറ്റ് സംവിധാനം ആരംഭിച്ചു. ഇനി നവംബർ 1 മുതൽ ദുബൈയിൽ ഡെലിവറി റൈഡർമാർക്ക് അതിവേഗ പാതകൾ നിരോധിക്കും. സെപ്റ്റംബർ 1 മുതലാണ് അബുദാബിയിലെ ഡാബ് ടോൾ സംവിധാനത്തിൽ ടോൾ പിരിവ് സമയങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയത്. തിങ്കൾ മുതൽ ശനി വരെ ടോൾ സമയം വൈകുന്നേരം 5 മുതൽ 7 വരെ എന്നുള്ളത് ഉച്ചയ്ക്ക് 3 മുതൽ 7 വരെയായി പുനർക്രമീകരിച്ചു. പ്രതിദിന പ്രതിമാസ ടോൾ പരിധികൾ നീക്കം ചെയ്തു. തിരക്കേറിയ സമയങ്ങളിൽ ട്രാഫിക് എളുപ്പമാക്കാനും ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനുമാണ് ഈ മാറ്റങ്ങൾ വരുത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. ഒക്ടോബർ 27 മുതൽ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ റോഡിൽ പുതിയ വേരിയബിൾ സ്പീഡ് ലിമിറ്റ് സംവിധാനം അബുദാബിയിൽ ആരംഭിച്ചിട്ടുണ്ട്. റോഡിലെ തിരക്ക്, അപകടങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, കാലാവസ്ഥ തുടങ്ങിയ തത്സമയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇലക്ട്രോണിക് ബോർഡുകൾ വേഗതാ പരിധി ക്രമീകരിക്കും. സെൻസറുകളിൽ നിന്നോ ട്രാഫിക് ക്യാമറകളിൽ നിന്നോ ഡാറ്റ സ്വീകരിക്കും. തുടർന്ന് ഒരു കേന്ദ്ര നിയന്ത്രണ സംവിധാനവുമായി ഇവ ബന്ധിപ്പിച്ചിരിക്കുന്നു. പ്രതികൂല കാലാവസ്ഥ, തിരക്കേറിയ സമയങ്ങളിലെ ഗതാഗതക്കുരുക്ക്, പ്രധാന ഇവന്റുകൾ, റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പാത അടച്ചിടൽ എന്നിവയ്ക്കനുസരിച്ച് വേഗത മാറിക്കൊണ്ടിരിക്കും. തത്സമയ ഡാറ്റ ഉപയോഗിച്ച് അപകടങ്ങളും ഗതാഗതക്കുരുക്കും കൂടുതൽ കാര്യക്ഷമമായി കുറയ്ക്കുക എന്നതാണ് വേരിയബിൾ സ്പീഡ് ലിമിറ്റുകളുടെ ലക്ഷ്യം. ഇനി നവംബർ 1 മുതലാണ് ദുബൈയിൽ ഡെലിവറി റൈഡർമാർക്ക് അതിവേഗ പാതകൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നത്. ഈ പുതിയ നിയന്ത്രണം അനുസരിച്ച് 5 അതിലധികമോ പാതകളുള്ള വീതിയേറിയ റോഡുകളിൽ ഏറ്റവും ഇടതുവശത്തുള്ള 2 പാതകളും 3-4 പാതകളുള്ള റോഡുകളിൽ ഏറ്റവും ഇടതുവശത്തുള്ള പാതയും ഡെലിവറി ബൈക്കുകൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. UAEയിൽ കാലാവസ്ഥാ മാറ്റങ്ങൾ തുടരുന്നു. ഇന്നും മേഘാവൃതമായ കാലാവസ്ഥയും തണുപ്പും ഒപ്പം ചില പ്രദേശങ്ങളിൽ മഴയും ഉണ്ടായേക്കാം. രാജ്യത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിലാണ് മഴയ്ക്ക് സാധ്യത. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ പല പ്രദേശങ്ങളിലും മഴ പെയ്തിരുന്നു. ഫുജൈറയ്ക്കും അൽ ഐനും ഇടയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. അതേസമയം ഭാഗികമായി പകൽ സമയങ്ങളിൽ ആകാശം മേഘാവൃതമാണ്. ഈ മേഘങ്ങൾ പിന്നീട് മഴമേഘങ്ങളായി മാറിയേക്കാം. താപനില കുറയുന്നുണ്ടെങ്കിലും ഈർപ്പത്തിൻ്റെ അളവ് ഉയർന്ന നിലയിൽ തുടരുകയാണ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.